ഇന്ത്യൻ ജനതയെ ഞെട്ടിക്കുന്ന വാർത്തയാണ് കാശ്മീരിലെ പൽഗാമിൽ നിന്ന് ഈ അടുത്ത ദിവസം വന്നത്. 26 പേരാണ് കാശ്മീരിലെ പൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീരിലെ സംഭവ സ്ഥലം പോലും സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. അതിനിടെയാണ് മോദി ബീഹാറിലേക്ക് പറന്നത്. എന്തിനാണ് മോദി ബീഹാറിലേക്ക് പറന്നത് എന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ ജനതയുടെ ചോദ്യം. നമസ്കാരം, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 4 ന്യൂസിലേക്ക് സ്വാഗതം. കാശ്മീരിൽ കിട്ടിയ സുവർണാവസരം ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ തന്നെയാണ് നരേന്ദ്രമോദി ബീഹാറിലേക്ക് പോയത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മോദിക്ക് അങ്ങനെ വോട്ട് പിടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പലരും ചോദിക്കുന്നു. സത്യത്തിൽ മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തതിനേക്കാൾ 20 ലക്ഷം വോട്ടുകൾ കൂടുതലാണ് എണ്ണിയത്. ഒരു ബൂത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണത്തിന്റെ ഇരട്ടി വോട്ടുകൾ വഹിച്ച EVM-കൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ പത്രസമ്മേളനം നടത്തി കണക്കുകൾ പുറത്തുവിട്ടു. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു. സുപ്രീം കോടതിക്ക് പരാതി നൽകി. വല്ല പ്രയോജനവും ഉണ്ടായോ? നിങ്ങളൊന്ന് ചിന്തിക്കണം. 2019-ലെയും 2024-ലെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ EVM തിരിമറി വഴിയാണ് BJP അധികാരത്തിൽ വന്നത് എന്ന് തെളിയിക്കുന്ന EVM അട്ടിമറി രേഖകൾ നിരവധി സന്നദ്ധ സംഘടനകൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടായോ? ബീഹാറിൽ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ മോദിക്കും BJPക്കും ഭീകരാക്രമണം മുതലാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് EVM തന്നെ മതിയെന്നിരിക്കെ എന്തിനാണ് മോദി സ്വന്തക്കാരെ കൊണ്ടുപോലും അയ്യേ എന്ന് പറയിപ്പിച്ച് സൗദിയിൽ നിന്ന് ബീഹാറിലേക്ക് ഓടിയത്? അത് എല്ലാവരുടെ മുന്നിലുള്ള ഒരു ചോദ്യചിഹ്നമാണ്. 1947-ലെ ആരാധനാലയങ്ങളുടെ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് പാർലമെന്റ് നിയമം പാസാക്കിയ ശേഷവും പള്ളികളിൽ ശിവലിംഗം തെരയാൻ ഉത്തരവിടുന്ന കോടതികളെ നിങ്ങൾ കാണുന്നില്ലേ? തെളിവുകൾ മുഴുവനും പള്ളിക്ക് അനുകൂലമാണ്. പക്ഷേ അവിടെ ക്ഷേത്രം പണിയട്ടെ എന്ന് വിധിക്കുന്ന കോടതി ഇതൊന്നും കാണുന്നില്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട 1924 മുതൽ 1947 വരെ നീണ്ട 23 വർഷങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായോ ഇന്ത്യക്ക് വേണ്ടിയോ ഒരു വാക്ക് പോലും പറയാതിരിക്കുകയും ബ്രിട്ടീഷുകാരിൽ നിന്ന് മാസാന്ത അലവൻസ് വാങ്ങി അവർക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്ത സവർക്കറിനെ വിമർശിക്കുന്നവരെ പേടിപ്പിക്കുന്ന സുപ്രീം കോടതിയെ ഇത് കാണുന്നില്ലേ? ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കോടികൾ കത്തുന്ന വീഡിയോ പുറത്തു വന്ന ശേഷവും അയാൾ ഒരു പോറൽ പോലും ഏൽക്കാതെ ജോലിയിൽ തുടരുന്നത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. RSSന് താല്പര്യമുള്ള വിധികൾക്ക് പകരമായി റിട്ടയേർഡ് ജഡ്ജിമാർക്ക് സർക്കാർ പദവി നൽകുന്നത് ഞങ്ങളെല്ലാവരും കാണുന്നതാണ്. ഇതൊക്കെ കാണുമ്പോഴും കുറച്ചൊക്കെ അഴിമതിക്കാരുണ്ടെങ്കിലും ഇന്ത്യയിൽ സ്വാതന്ത്ര്യവും സത്യസന്ധവുമായ നീതിന്യായ വ്യവസ്ഥ പ്രവർത്തിക്കുന്നു എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നില്ലേ? പകൽ വെളിച്ചത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുമ്പോഴും വർഗീയത പറഞ്ഞാണ് മോദിയും കൂട്ടനും ജയിക്കുന്നത്. ഇലക്ഷൻ സംവിധാനത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്കൊക്കെ തോന്നുന്നില്ലേ? ആ തോന്നൽ ശക്തമാക്കുകയാണ് മോദിയുടെ ലക്ഷ്യം. വോട്ട് പിടിക്കാൻ BJP വർഗീയത പറയുന്നത് ഇന്ന് നോർമലായ ഒരു കാര്യമാണ്. ലോകത്തിന് മുഴുവനും അക്കാര്യം അറിയുകയും ചെയ്യാം. 2019-ൽ BJP എങ്ങനെ ജയിച്ചു എന്ന ചോദ്യത്തിന് പുൽവാമ മുതലാക്കിയാണ് BJP ജയിച്ചത് എന്ന് പല രാഷ്ട്രീയ പാർട്ടികളും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണ ബീഹാറിൽ എങ്ങനെ ജയിച്ചു എന്ന് ചോദിച്ചാൽ അത് പഹൽഗാം മുതലാക്കിയാണ് എന്നതിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല. ഇലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതിയും ഉൾപ്പെടെ രാജ്യത്തിന്റെ നെടുംതൂണുകളായ സ്ഥാപനങ്ങൾ ഇപ്പോഴും സ്വതന്ത്രമായി നിലനിൽക്കുന്നുണ്ട് എന്ന തോന്നലുണ്ടാക്കാൻ ആ ഉത്തരത്തിന് സാധിക്കും. ഇന്നല്ലെങ്കിൽ നാളെ തിരഞ്ഞെടുപ്പിലൂടെ BJPയെ അധികാരത്തിൽ നിന്നിറക്കി ജനാധിപത്യം തിരികെ കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്ന മനുഷ്യർ അതിനപ്പുറം പോകാതിരിക്കേണ്ടതുണ്ട്. EVM-ലേക്ക് ശ്രദ്ധ മാറാതിരിക്കേണ്ടത് BJP ഭരണകൂടത്തിന്റെ ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള നാടകമാണ് ബീഹാറിൽ മോദി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.